ഫോറിൻ കോർപ്പറേഷൻ. ആദ്യമായി ജർമ്മനിയെക്കുറിച്ച് പഠിക്കാം. ജർമ്മനി ഈസ് നോൺ ആസ് ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോർപ്പറേഷൻ. സഹകരണ വായ്പാ സംഘങ്ങളുടെ തൊട്ടിലായി അറിയപ്പെടുന്നത് ജർമ്മനിയാണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ബർത്ത് പ്ലേസ് ഓഫ് ലാൻഡ് മോർഗേജ് ബാങ്ക്. ഭൂപണയ ബാങ്കുകളുടെ ജനന സ്ഥലം എന്നും അറിയപ്പെടുന്നു. ഷൂൾസ് ഡെലീസ്, F.W. റൈഫീസൺ were the pioneers. Germany is known as torch bearers of rural credit cooperatives. ജർമ്മനി ഈസ് നോൺ ആസ് ടോർച്ച് ബിയറേഴ്സ് എന്ന് അറിയപ്പെടുന്നു. റൂറൽ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ്സിൻ്റെ ടോർച്ച് ബിയറേഴ്സ് എന്ന് അറിയപ്പെടുന്നു. ഷൂൾസ് വാസ് ബോൺ ഇൻ 1809. 1809 ഷൂൾസിൻ്റെ ജനനം. റൈഫീസൺ 1818 ജനിച്ചത്. ലോക സഹകരണ പ്രസ്ഥാനം ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് റൈഫീസൺ. ഷൂൾസ് ഒരു ജഡ്ജായിരുന്നു. റൈഫീസൺ ഒരു മേയറും ആയിരുന്നു. ഷൂൾസ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് അർബൻ ഏരിയയിലായിരുന്നു. റൈഫീസൺ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് റൂറൽ ഏരിയകളിലുമായിരുന്നു. ദ ബുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് കോഓപ്പറേറ്റീവ് ബാങ്കിങ് എന്ന ബുക്ക് എഴുതിയത് ഷൂൾസ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് കോഓപ്പറേറ്റീവ് ബാങ്കിങ് ഈസ് റിട്ടൺ ബൈ ഷൂൾസ്. ഫൗണ്ടർ ഓഫ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി ഇൻ ദ വേൾഡ്. റൈഫീസൺ ആണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത്. റൈഫീസൺ സൊസൈറ്റിയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ഡിവിഡൻഡ് ഇല്ല, നോ ഡിവിഡൻഡ്. ഏരിയ ഓഫ് ഓപ്പറേഷൻ ലിമിറ്റഡ് ടു 1 വില്ലേജ്. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു വില്ലേജിനകത്താണ്. സാലറി പെയ്ഡ് ഓൺലി ടു അക്കൗണ്ടന്റ്. അക്കൗണ്ടന്റിന് മാത്രമാണ് സാലറി അനുവദിച്ചിരുന്നത്. റിസർവ് ഫണ്ട് കെപ്റ്റ് 2/3 ഓഫ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റിൻ്റെ 2/3 ഭാഗവും റിസർവ് ഫണ്ടിലേക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. സ്മോൾ എമൗണ്ട് ഓഫ് ലോൺ ഫോർ ലോങ് പീരീഡ്. ചെറിയ തുകകൾ ദീർഘകാലത്തേക്ക് നൽകിയിരിക്കുന്നു. ഫീച്ചേഴ്സ് ഓഫ് ഷൂൾസ് ബാങ്ക് ഏതെന്ന് വെച്ചാൽ ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. 20% ഡിവിഡൻഡ് ഗിവൺ. 20% വരെ ഡിവിഡൻഡ് നൽകിയിരുന്നു. 15 മുതൽ 20% വരെ നെറ്റ് പ്രോഫിറ്റിൽ നിന്നും റിസർവ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കും. എമൗണ്ട് ഓഫ് ലോൺ വാസ് ബിഗർ ആൻഡ് റീപേയ്മെൻറ്റ് പീരീഡ് വാസ് ഷോർട്ട്. മാനേജ്മെൻറ്റ് പെയ്ഡാണ്. പെയ്ഡ് മാനേജ്മെൻ്റ് ആണ് ഷൂൾസ് ബാങ്കിൽ, ഷൂൾസ് സൊസൈറ്റികളിൽ ഉണ്ടായിരുന്നത്. ഏരിയ ഓഫ് ഓപ്പറേഷൻ ലാർജ് ഏരിയ ഓഫ് ഓപ്പറേഷനാണ്. ഷൂൾസ് കെപ്റ്റ് ഡിവിഡൻഡ് റേറ്റ് ഈസ് വെരി ഹൈ ഇൻ ഓർഡർ ടു അട്രാക്റ്റ് മോർ ഡെപ്പോസിറ്റ്. കൂടുതൽ ഡെപ്പോസിറ്റ് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഡിവിഡൻഡ് കൂടുതൽ ഹൈ റേറ്റായിട്ട് ഷൂൾസ് നൽകിയിരിക്കുന്നു. മെയിൻ എയിം ഓഫ് ഷൂൾസ് ബാങ്ക് വാസ് മെറ്റീരിയൽ വെൽബീയിങ് ഓഫ് ദ മെമ്പേഴ്സ്. മെമ്പേഴ്സിൻ്റെ ഭൗതിക ആവശ്യങ്ങൾക്കായിട്ടാണ് കൂടുതലായിട്ടും ഊന്നൽ നൽകിയിരുന്നത്. ഷൂൾസ് ബാങ്ക് ഊന്നൽ നൽകിയിരുന്നത്. മെയിൻ എയിം ഓഫ് റൈഫീസൺ സൊസൈറ്റി വാസ് മെറ്റീരിയൽ ആൻഡ് മോറൽ വെൽബീയിങ് ഓഫ് ദ മെമ്പേഴ്സ്. റൈഫീസൺ സൊസൈറ്റികളിൽ മെമ്പർമാരുടെ ഭൗതികവും ധാർമ്മികവും പരവുമായ കാര്യങ്ങളിലാണ് ഊന്നൽ നൽകിയിട്ടുണ്ടായിരുന്നത്. Who was deep faith in God and tried cooperative movement with military spirit. ഒരു കടുത്ത ദൈവവിശ്വാസി മിലിറ്ററി സ്പിരിറ്റിൽ കോഓപ്പറേറ്റീവ് മൂവ്മെന്റിനെ കണ്ടിരുന്നതുമായ വ്യക്തിയാണ് റൈഫീസൺ. വർക്കേഴ്സ് അസോസിയേഷൻ ഇൻ ജർമ്മനി ഈസ് നോൺ ആസ് ഹോംസ്റ്റെഡ്. വർക്കേഴ്സ് അസോസിയേഷൻ, ജർമ്മനിയിലെ വർക്കേഴ്സ് അസോസിയേഷൻ ഹോംസ്റ്റെഡ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ദ ബർത്ത് പ്ലേസ് ഓഫ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഈസ് ജർമ്മനി. ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കുകളുടെ ജനസ്ഥലം ജർമ്മനിയാണ്. സൈലേഷൻ ലാൻഡ് ഷാഫ്റ്റ് ഈസ് ദ ഫസ്റ്റ് ലാൻഡ് മോർഗേജ് ബാങ്ക് ഇൻ ജർമ്മനി. സൈലേഷൻ ലാൻഡ് ഷാഫ്റ്റ് ആണ് ജർമ്മനിയിലെ ആദ്യത്തെ ഭൂപണയ ബാങ്ക് എന്നറിയപ്പെടുന്നത്. ഷൂൾസ് വാസ് ദ ഫൗണ്ടർ ഓഫ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ്സ്. വായ്പാ സംഘങ്ങളുടെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത് ഷൂൾസ് ആണ്. ഡോക്ടർ ബെൻ ഹാഡി വാസ് എ കമ്പാനിയൻ ഓഫ് ഷൂൾസ്. ഡോക്ടർ ബെൻ ഹാഡി ഷൂൾസിൻ്റെ ഒരു കമ്പാനിയനായിരുന്നു. ഫസ്റ്റ് വർക്കേഴ്സ് കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ജർമ്മനി വാസ് എർമുണ്ടറങ്.
എർമോണ്ടറങ് എന്നാണ് ഫസ്റ്റ് വർക്കേഴ്സ് കൺസ്യൂമർ സൊസൈറ്റി അറിയപ്പെട്ടിരുന്നത്. കോപ്പറേറ്റീവ് ഇൻഷുറൻസ് സൊസൈറ്റി, ജർമ്മനിയിലെ കോപ്പറേറ്റീവ് ഇൻഷുറൻസ് സൊസൈറ്റി അറിയപ്പെട്ടിരുന്നത് അൾട്ടെ വോൾക്ഫർ സോർജ് എന്നാണ്. അൾട്ടെ വോക്സ്ഫർ സോർജ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഹൗസിംഗ് സൊസൈറ്റീസ് ഇൻ ജർമ്മനി അറിയപ്പെട്ടിരുന്നത് ന്യൂഹിമാറ്റ് എന്നാണ്. ന്യൂഹിമാറ്റ് ഹൗസിംഗ് സൊസൈറ്റി, ജർമ്മനിയിലെ ഹൗസിംഗ് സൊസൈറ്റികളെയാണ് ന്യൂഹിമാറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അടുത്തത് നമുക്ക് പരിശോധിക്കേണ്ടത് ഇറ്റലിയാണ്. ലേബർ കോൺട്രാക്ട് സൊസൈറ്റീസ് ആർ ദ സ്പെഷ്യൽ കോൺട്രിബ്യൂഷൻ ഓഫ് ഇറ്റലി. ലുസാട്ടി, വൂളൻബർഗ് ആൻഡ് മാസിനി വെർ ദ പൈനീസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇറ്റലി. ഇറ്റലിയിലെ പ്രശസ്തരായ പൈനീസാണ് ലുസാട്ടി, വൂളൻബർഗ് തുടങ്ങിയവർ. ലേബർ കോൺട്രാക്ട് സൊസൈറ്റീസ് ഇൻട്രൊഡ്യൂസ് ബൈ മാസിനി. മാസിനിയാണ് ലേബർ കോൺട്രാക്ട് സൊസൈറ്റീസ് തുടങ്ങി വെച്ചത്. ലുസാട്ടി ബാങ്ക് നോൺ ആസ് പീപ്പിൾസ് ബാങ്ക്. പീപ്പിൾസ് ബാങ്ക് എന്നും ബാങ്ക പോപ്പുലാരി എന്നും ലുസാട്ടി ബാങ്ക് അറിയപ്പെടുന്നു. വാട്ട് ഷൂൾസ് ഡിഡ് ഫോർ ജർമ്മനി, ലുസാട്ടി ഡിഡ് ഇറ്റ് ഫോർ ഇറ്റലി. ഷൂൾസ് ജർമ്മനിയിൽ എന്താണ് ചെയ്തത് അത് തന്നെയാണ് ലുസാട്ടി ഇറ്റലിയിലും ചെയ്തിരുന്നത്. ദ ഫസ്റ്റ് ബാങ്ക് ഫൗണ്ടഡ് ബൈ ലുസാട്ടി അറ്റ് മിലൻ. മിലനിലാണ് ലുസാട്ടി ആദ്യത്തെ ബാങ്ക് ഫോം ചെയ്തത്, മിലനിലെ. ലുസാട്ടി സ്റ്റാർട്ടഡ് അർബൻ ക്രെഡിറ്റ് സൊസൈറ്റീസ്. നഗരപ്രദേശത്താണ് വായ്പാ സംഘങ്ങൾ ലുസാട്ടി ആരംഭിച്ചിരുന്നത്. വൂളൻബർഗ് ഫോക്കസ് ചെയ്തിരുന്നത് ഗ്രാമപ്രദേശങ്ങളിലുമായിരുന്നു. റൂറൽ കോപ്പറേറ്റീവ്സ് ഇൻ ഇറ്റലി കോൾഡ് കാസി റൂറലി. ഇറ്റലിയിലെ റൂറൽ ഗ്രാമപ്രദേശത്തുള്ള സൊസൈറ്റികൾ അറിയപ്പെട്ടിരുന്നത് കാസെ റൂറലി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ലേബർ കോൺട്രാക്ട് സൊസൈറ്റീസ് ഇൻ ഇറ്റലി ആർ കോൾഡ് ബ്രൈസ് ഹിനാറ്റി. ഇറ്റലിയിലെ ലേബർ കോൺട്രാക്ട് സൊസൈറ്റീസ് അറിയപ്പെട്ടിരുന്നത് ബ്രൈസ് ഹിനാത്തി എന്നാണ്. എൻറ്റെ ഈസ് ദ നാഷണൽ ലെവൽ ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ്സ് സൊസൈറ്റീസ് ഇൻ ഇറ്റലി. എൻറ്റെ എന്നാണ് നാഷണൽ ലെവൽ ഫെഡറേഷൻ അറിയപ്പെട്ടിരുന്നത്. The first Catholic society or communal bank was started by Don Cerruti. ഡോൺ സെരൂറ്റി എന്ന പൈനിയറാണ് ആദ്യത്തെ കാത്തലിക് സൊസൈറ്റി അല്ലെങ്കിൽ കമ്മ്യൂണൽ ബാങ്ക് ആരംഭിച്ചത്. ഡെൻമാർക്ക്. ഡെൻമാർക്ക് ഈസ് നോൺ ആസ് ഡയറി ഫാം ഓഫ് യൂറോപ്പ്. ഡെൻമാർക്ക് ഈസ് എ കൺട്രി വിത്ത് നോ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ. കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ നിയമ സംവിധാനം ഇല്ലാത്ത, നിയമനിർമ്മാണം നടത്താത്ത ഒരു രാജ്യമാണ് ഡെൻമാർക്ക്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഹോംലാൻഡ് ഓഫ് അഗ്രികൾച്ചറൽ കോപ്പറേഷൻ. അഗ്രികൾച്ചറൽ കോപ്പറേഷൻ്റെ ഹോംലാൻഡ് ആണ്. കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഡെൻമാർക്ക് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എച്ച് സി സോനെ എന്ന പൈനീറാണ് ജർമ്മനിയിലെ സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചിരുന്നത്. ദ ഇയർ ഇൻ വിച്ച് കോപ്പറേറ്റീവ് ഡയറി സ്റ്റാർട്ട് ഇൻ ഡെൻമാർക്ക് 1882. 1882 കോപ്പറേറ്റീവ് ഡയറി സൊസൈറ്റികൾ തുടക്കം കുറിച്ചത്. ദ പ്രോ ഫൗണ്ടർ ഓഫ് ഡയറി സൊസൈറ്റീസ് വാസ് സ്റ്റില്ലിംഗ് ആൻഡേഴ്സൺ. സ്റ്റില്ലിംഗ് ആൻഡേഴ്സൺ ആണ് ഡയറി സൊസൈറ്റീസ് രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ മറ്റൊരു വ്യക്തി, പ്രശസ്തമായ ഒരു പയനിയർ സ്റ്റില്ലിംഗ് ആൻഡേഴ്സൺ. ലെർബ്രാൻഡ് ഈസ് ദ ട്രേഡ് നെയിം ഓഫ് ഡയറി പ്രൊഡക്ട്സ്. ഇതിലെ ഡയറി പ്രൊഡക്ട്സിന്റെ ട്രേഡ് നെയിം അറിയപ്പെട്ടിരുന്നത് ലെർബ്രാൻഡ് എന്ന പേരിലാണ്. ഡാനിഷ് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് FDB. FDB ആണ് ഡാനിഷ് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. ദ ലയബിലിറ്റീസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ഡാനിഷ് ഡയറി സൊസൈറ്റീസ് വാസ് അൺലിമിറ്റഡ്. അൺലിമിറ്റഡ് ആയിരുന്നു ഡാനിഷ് ഡയറി സൊസൈറ്റീസിലെ അംഗങ്ങളുടെ ലയബിലിറ്റി. NFS Grundtvig was the originator of the scheme cooperative education in Denmark in 1830s. 1830-കളിലാണ് NFS Grundtvig എന്ന ഒരു പയനിയർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഒറിജിനേറ്റ് ചെയ്യാൻ ആരംഭിച്ചത്. ഫോക്ക് ഹൈസ്കൂൾ ഫൗണ്ടഡ് ബൈ NFS Grundtvig. ഫോക്ക് ഹൈസ്കൂൾ NFS Grundtvig ആരംഭിക്കുകയും ചെയ്തു. തീസ്റ്റഡ് വർക്കേഴ്സ് സൊസൈറ്റി സ്റ്റാർട്ടഡ് ബൈ HC സോനെയാണ് തീസ്റ്റഡ് വർക്കേഴ്സ് സൊസൈറ്റി ഡെൻമാർക്കിൽ ആരംഭിച്ചത്. The first cooperative consumer store in Denmark was established in 1886 at Thisted. ആദ്യത്തെ കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോർ ഡെൻമാർക്കിൽ ആരംഭിച്ചത് 1886 തീസ്റ്റഡ് എന്ന സ്ഥലത്താണ്. The consumer societies in Denmark are affiliated to a strong central organization known as FDB. FDB എന്നത് കൺസ്യൂമർ സൊസൈറ്റീസ് അഫിലിയേറ്റ് ചെയ്തിരുന്ന ഒരു സെൻട്രൽ ഓർഗനൈസേഷനാണ്
FDB. സെപ്പറേഷൻ ഓഫ് ക്രീം ഫ്രം മിൽക്ക് ഇൻവെന്റഡ് ബൈ. മിൽക്കിൽ നിന്നും ക്രീം സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം കണ്ടുപിടിച്ചത് LC നെൽസൺ എന്ന വ്യക്തിയാണ്. LC നെൽസൺ. അൽക്ക ഇസ് ദ നെയിം ഓഫ് ഇൻഷുറൻസ് സൊസൈറ്റീസ് ഇൻ ഡെൻമാർക്ക്. ഡെൻമാർക്കിലെ ഇൻഷുറൻസ് സൊസൈറ്റീസ് അൽക്ക എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നോർഡിക് ഈസ് എ ജോയിന്റ് പർച്ചേസ് സൊസൈറ്റി ഇൻ ഡെൻമാർക്ക്. ഡെൻമാർക്കിലെ ജോയിന്റ് ആയി പർച്ചേസ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് നോർഡിക്. നോർഡിക് എന്നാണ് ആ സംവിധാനം അറിയപ്പെടുന്നത്. ഡാഗ് ഈസ് ദ സെൻട്രൽ സൊസൈറ്റി. ഡാഗ് എന്നത് ഡെൻമാർക്കിലെ ഒരു സെൻട്രൽ സൊസൈറ്റിയാണ്. ഡോക്ടർ ഉൽക്രിക് എൻഗേജ് ഇൻ സ്പ്രെഡ് ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഡെൻമാർക്ക്. ഡെൻമാർക്കിലെ സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ മറ്റൊരു വ്യക്തിയാണ് ഡോക്ടർ ഉൽക്രിക്. HC സോനെ നോൺ ആസ് പ്രൊവിഷൻ പേഴ്സൺ. പ്രൊവിഷൻ പേഴ്സൺ ഡെൻമാർക്കിലെ പ്രൊവിഷൻ പേഴ്സൺ എന്നറിയപ്പെടുന്നത് HC സോനെ എന്ന വ്യക്തിയാണ്. അടുത്തതായി അയർലൻഡ്. ഹൊറേസ് പ്ലങ്കറ്റ് ഓർഗനൈസ്ഡ് കോഓപ്പറേറ്റീവ്സ് ഇൻ അയർലൻഡ്. അയർലൻഡിലെ കോഓപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹൊറേസ് പ്ലങ്കറ്റ് ആണ്. അയർലൻഡ് ഫേമസ് ആയിരിക്കുന്നത് അഗ്രികൾച്ചറൽ കോഓപ്പറേഷനിലൂടെയാണ്. അയർലൻഡ് ഫേമസ് ആയിരിക്കുന്നത്. ബെറ്റർ ഫാമിംഗ്, ബെറ്റർ ബിസിനസ്, ബെറ്റർ ലിവിംഗ് എന്ന സ്ലോഗൻ ഹൊറേസ് പ്ലങ്കറ്റ് ആണ്. അയർലൻഡിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ഹൊറേസ് പ്ലങ്കറ്റ് ആണ് ഉയർത്തിക്കൊണ്ടുവന്നത്. ഹൊറേസ് പ്ലങ്കറ്റ് എസ്റ്റാബ്ലിഷ്ഡ് IAOS, ഐറിഷ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ സൊസൈറ്റി. 1894 ഹൊറേസ് പ്ലങ്കറ്റ് ആരംഭിച്ചത്. ഹൊറേസ് പ്ലങ്കറ്റ് ഡിഫൈൻഡ് കോഓപ്പറേഷൻ ആസ് സെൽഫ് ഹെൽപ്പ് മെയ്ഡ് ഇഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ. സെൽഫ് ഹെൽപ്പ് മെയ്ഡ് ഇഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ എന്ന ഒരു തത്വം രൂപീകരിച്ചത് ഹൊറേസ് പ്ലങ്കറ്റ് ആണ്. ദ ബുക്സ് നൊബ്ലിസെ ഒബ്ലിക് ആൻഡ് അയർലൻഡ് ഇൻ ദ ന്യൂ സെഞ്ചുറി ആർ റിട്ടൺ ബൈ ഹൊറേസ് പ്ലങ്കറ്റ്. ഹൊറേസ് പ്ലങ്കറ്റിന്റെ രണ്ട് പ്രധാനപ്പെട്ട ബുക്കുകളാണ് നൊബ്ലിസെ ഒബ്ലിക്, അയർലൻഡ് ഇൻ ദ ന്യൂ സെഞ്ചുറി. ഡയറി സൊസൈറ്റീസ് ഇൻ അയർലൻഡ് ആർ നോൺ ആസ് ക്രീമറീസ്. ക്രീമറീസ് എന്നാണ് അയർലൻഡിലെ ഡയറി സൊസൈറ്റികൾ അറിയപ്പെട്ടിരുന്നത്. റഷ്യൻ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ആണ് അടുത്തത്. റഷ്യൻ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് വാസ് പ്രൊമോട്ടഡ് ബൈ ഗവൺമെന്റ്. ഗവൺമെന്റ് ആണ് റഷ്യയിൽ കോഓപ്പറേറ്റീവ് മൂവ്മെന്റിന് നേതൃത്വം വഹിച്ചത്. ഫാമിംഗ് സൊസൈറ്റീസ് ആർ മോർ ഡെവലപ്ഡ് ഇൻ റഷ്യ. റഷ്യയിൽ ഫാമിംഗ് സൊസൈറ്റികളാണ് സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ലേബർ അർട്ടൽസ് വാസ് ദ ഏർലിയസ്റ്റ് ഫോം ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ റഷ്യ. ഒരു പഴയകാല സംവിധാനമാണ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പഴയകാല സംവിധാനമായിരുന്നു ലേബർ അർട്ടൽസ് എന്നുള്ളത്. കൺസ്യൂമർ സൊസൈറ്റി അറ്റ് ബേസ് ലെവൽ കോൾഡ് സെൽപ്പോ. സെൽപ്പോ ആണ് റഷ്യയിലെ ബേസ് ഏറ്റവും താഴേക്കിടയിലുള്ള കൺസ്യൂമർ സൊസൈറ്റി അറിയപ്പെട്ടിരുന്നത്. സെൽപ്പോ എന്നാണ്. കളക്റ്റീവ് ഫാമിംഗ് ഓർഗനൈസേഷൻ ഈസ് കോൾഡ് കൊൽക്കോസ്. കൊൽക്കോസ് ആണ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് റഷ്യയിലെ കളക്റ്റീവ് ഫാമിംഗ് സൊസൈറ്റികളാണ്. വർക്കിംഗ് ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ഇൻ ദ കൊൽക്കോസസ് ആർ കോൾഡ് ബ്രിഗേഡ്. കൊൽക്കോസ് സൊസൈറ്റികളിലെ മെമ്പേഴ്സിനെ കൊൽക്കോസസ് എന്നും അതിലെ ഒരു വർക്കിംഗ് ഗ്രൂപ്പിനെ ബ്രിഗേഡ് എന്ന പേരിലുമാണ് അറിയപ്പെട്ടിരുന്നത്. സെൻട്രൽ യൂണിയൻ ഓഫ് കൺസ്യൂമർ സൊസൈറ്റീസ് ഈസ് കോൾഡ് സെൻട്രോസോയ്സ്. സെൻട്രൽ സൊസൈറ്റികൾ സെൻട്രൽ കൺസ്യൂമർ സൊസൈറ്റികൾ അറിയപ്പെട്ടിരുന്നത് സെൻട്രോസോയ്സ് എന്നാണ്. സ്റ്റേറ്റ് ഫാം ഓഫ് റഷ്യ ഈസ് കോൾഡ് സർക്കോസി എന്നാണ് സ്റ്റേറ്റ് ഫാം അറിയപ്പെട്ടിരുന്നത്. ഇസ്രായേൽ. അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ്സ് ആർ മോസ്റ്റ് പോപ്പുലർ ഇൻ ഇസ്രായേൽ. ദ ഹിസ്റ്റാഡ്രറ്റ്, ഇസ്രായേൽസ് ജനറൽ ഫെഡറേഷൻ ഓഫ് ലേബർ, വാസ് ഫൗണ്ടഡ് ഇൻ 1920. ഹിസ്റ്റാഡ്രറ്റ് എന്ന ഒരു ഇസ്രായേൽ ജനറൽ ഫെഡറേഷൻ ആരംഭിച്ചത് 1920കളിലാണ്. കിബുസ് ഈസ് ദ കളക്റ്റീവ് ഫാം ഇൻ ഇസ്രായേൽ. കിബുസ് എന്നാണ് കളക്റ്റീവ് ഫാം. ഇസ്രായേലിലെ കളക്റ്റീവ് ഫാമിന്റെ പേരാണ് കിബുസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇസ്രായേൽ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ആൾസോ നോൺ ആസ് റൊമാൻസ് ഓഫ് കോഓപ്പറേഷൻ. മൊഷാവ് വാസ് അനദർ ടൈപ്പ് ഓഫ് സെറ്റിൽമെന്റ് ഇൻ ഇസ്രായേൽ. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി സെറ്റിൽമെന്റ് ആണ് മൊഷാവ് എന്നറിയപ്പെട്ടിരുന്നത്. കുവിറ്റ്സ വാസ് ദ കമ്മ്യൂണിസ്റ്റ് സെറ്റിൽമെന്റ് ഇൻ ഇസ്രായേൽ. അടുത്ത ചൈന. സൺ യാത് സെൻ ഈസ് ദ ഫാദർ ഓഫ് ചൈനീസ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ്. സൺ യാത് സെൻ ആണ് ചൈനയിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ്. ചൈനീസ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ഇൻ 1912. 1912 ചൈനയിലെ സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. നാഷണൽ കോഓപ്പറേറ്റീവ് സേവിങ്സ് ബാങ്ക് സെറ്റപ്പ് ഇൻ 1919 അറ്റ് ഷാങ്ഹായ്. ഷാങ്ഹായിലെ നാഷണൽ
ഷാങ്ഹായിലാണ് നാഷണൽ കോഓപ്പറേറ്റീവ് സേവിങ്സ് ബാങ്ക് ആരംഭിച്ചത് 1919. ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് കോൾഡ് ഇൻഡസ്കോസ്. ചൈനയിലെ ഇൻഡസ്ട്രിയൽ സഹകരണ സംഘങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഇൻഡസ്കോസ് എന്ന പേരിലാണ്. ഫസ്റ്റ് കമ്മ്യൂൺ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ചൈന ഈസ് സ്പുട്നിക്. ചൈനീസ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ഈസ് ടേംഡ് ആസ് പ്രൊഡക്റ്റ് ഓഫ് ആഡ്വേഴ്സിറ്റീസ്. ചൈനീസ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് അറിയപ്പെടുന്നത് പ്രൊഡക്റ്റ് ഓഫ് ആഡ്വേഴ്സിറ്റീസ് എന്നാണ്. ഇൻഡസ്കോസ് ഇൻ ചൈന ഓർഗനൈസ്ഡ് ബൈ CFU. 1938 CFU എന്ന വ്യക്തിയാണ് ഇൻഡസ്കോസ് ആരംഭിച്ചത്. ജപ്പാൻ. ഫാദർ ഓഫ് ജാപ്പനീസ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ഈസ് ടൊയോഹിക്കോ കഗാവ. ടൊയോഹിക്കോ കഗാവ ആണ് ഫാദർ ഓഫ് ജാപ്പനീസ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ്. മൾട്ടിപർപ്പസ് സൊസൈറ്റി ഈസ് മോർ ഫേമസ് ഇൻ ജപ്പാൻ. ജപ്പാനിൽ മൾട്ടിപർപ്പസ് സൊസൈറ്റികളാണ് കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത്. യൂണികോപ്പ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1961. 1961 യൂണികോപ്പ് ആരംഭിച്ചത്. അഗ്രികൾച്ചറൽ, ഫിഷറി ആൻഡ് ഫോറസ്ട്രി കോഓപ്പറേറ്റീവ്സ് കണ്ടക്ടിംഗ് ഫോറിൻ ട്രേഡ് ത്രൂ യൂണികോപ്പ്. യൂണികോപ്പ് വഴിയാണ് ജപ്പാനിലെ അഗ്രികൾച്ചറൽ, ഫിഷറി ആൻഡ് ഫോറസ്ട്രി കോഓപ്പറേറ്റീവ്സ് വിദേശ വ്യാപാരം നടത്തി വരുന്നത്. കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് ഓർഗനൈസേഷൻസ് ഇൻ ജപ്പാൻ ആർ കോൾഡ് KOH. KOH എന്നാണ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് ഓർഗനൈസേഷൻസ് അറിയപ്പെടുന്നത്. സെന്നോഹ് ഇസ് ദ നാഷണൽ ഫെഡറേഷൻ ഓഫ് അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ്സ് ഇൻ ജപ്പാൻ. സെന്നോഹ്. നിസൈക്യോ വാസ് ജപ്പാൻ കൺസ്യൂമർ കോഓപ്പറേറ്റീവ് യൂണിയൻ. ജപ്പാനിലെ കൺസ്യൂമർ കോഓപ്പറേറ്റീവ് യൂണിയൻ ആണ് നിസൈക്യോ. ഇൻ 1900 ജാപ്പനീസ് കോഓപ്പറേറ്റീവ് ലോ എനാക്റ്റഡ്. 1900 ജാപ്പനീസ് കോഓപ്പറേറ്റീവ് ലോ എനാക്ട് ചെയ്യപ്പെട്ടത്. ഫ്രാൻസ്. ചാൾസ് ഫോറിയർ കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ഫ്രഞ്ച് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ്. ദ നെയിം ഓഫ് കമ്മ്യൂണിസ്റ്റ് കോളനി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ചാൾസ് ഫോറിയർ ഈസ് ഫാലൻസ്റ്റെയർ. ചാൾസ് ഫോറിയർ ആരംഭിച്ച കമ്മ്യൂണിസ്റ്റ് കോളനിയാണ് ഫാലൻസ്റ്റെയർ. The book New Industrial and Social World. New Industrial and Social World written by Charles Fourier. Louis Blanc, Andrew Godwin, Bussius Leclerc, Charles Gade are also the pioneers of French cooperative movement. ലൂയിസ് ബ്ലാങ്ക്, ആൻഡ്രി ഗോഡ്വിൻ, ബുഷസ് ലെക്ലെയർ, ചാൾസ് ഗെയ്ഡ് ഇവരൊക്കെയാണ് ഫ്രഞ്ച് കോഓപ്പറേറ്റീവ് മൂവ്മെന്റിന് നേതൃത്വം കൊടുത്ത പൈനീഴ്സ്. കമ്മ്യൂസികോപ്പ് ഈസ് റിലേറ്റഡ് ടു കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സെക്ടർ ഇൻ ഫ്രാൻസ്. കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സെക്ടറുമായി റിലേറ്റഡ് ചെയ്യപ്പെട്ടതാണ് കമ്മ്യൂസികോപ്പ് എന്ന് അറിയപ്പെടുന്നത്. ദ സോഷ്യൽ വർക്ക്ഷോപ്പ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലൂയിസ് ബ്ലാങ്ക് ആൻഡ് ബുഷസ്. സോഷ്യൽ വർക്ക്ഷോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലൂയിസ് ബ്ലാങ്കും ബുഷസുമാണ്. ചാൾസ് ഗെയ്ഡ് ഡിസൈൻ ദ കോഓപ്പറേറ്റീവ് ഫ്ലാഗ് ഫോർ ICA. Back to land was the main motto of cooperative movement in France. Back to land ആണ് main motto. Family Star in France started by Andrew Godwin. Andrew Godwin ആണ് Family Star സ്റ്റാർട്ട് ചെയ്തത്. Producer Society is the main contribution of France. ഫ്രാൻസിന്റെ മെയിൻ കോൺട്രിബ്യൂഷൻ ആണ് പ്രൊഡ്യൂസർ സൊസൈറ്റീസ്. USA, the country which is most famous in the field of cooperative marketing. Cooperative marketing. USA-യിൽ ഫേമസ് ആയ സൊസൈറ്റികളാണ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. ഫാദർ ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ഓഫ് USA വാസ് ഹഡ്സൺ കെല്ലി. ഹഡ്സൺ കെല്ലിയാണ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ പിതാവ്. USA-യിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ഹഡ്സൺ കെല്ലി. The earliest form of cooperative organization were known as bees. Earliest form bees എന്നറിയപ്പെടുന്നു. Granges are the cooperative union in USA. Granges. Health cooperatives in USA started by Mikhail Shadid. Health cooperatives USA-യിലെ സ്റ്റാർട്ട് ചെയ്തത് മിഖായിൽ ഷാഡിഡ്. In 1865 കോഓപ്പറേറ്റീവ് ലോ ഫോംഡ് ഇൻ USA. 1865 സഹകരണ നിയമം USA-യിൽ പാസാക്കിയത്. The period after enactment of the law of 1865 is called Grange movement. 1865 ശേഷമുള്ള പീരീഡ് ഗ്രേഞ്ച് മൂവ്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. 1865 മുമ്പുള്ള പ്രയർ പീരീഡ് അസോസിയേഷനലിസം എന്നും അറിയപ്പെടുന്നു. സ്വീഡൻ. Eldin is the father of cooperative movement in Sweden. Golden rule.
ക്യാഷ് ട്രേഡിംഗ് ഫോളോഡ് ബൈ ദ കോപ്പറേറ്റീവ്സ് ഇൻ സ്വീഡൻ. ക്യാഷ് ട്രേഡിംഗ് എന്ന ഗോൾഡൻ റൂൾ ആണ് സ്വീഡൻ ഫോളോ ചെയ്യുന്നത്. ബറിയൽ സൊസൈറ്റീസ് വെർ ഫോംഡ് ഇൻ സ്വീഡൻ. ബറിയൽ സൊസൈറ്റീസ് ആരംഭിച്ചത് സ്വീഡനിലാണ്. സ്വീഡിഷ് കോഓപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് ഹോൾസെയിൽ സൊസൈറ്റി നോൺ ആസ് കോഓപ്പറേറ്റീവ് ഫോർബിഡന്റ്. സ്വീഡിഷ് കോഓപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് ഹോൾസെയിൽ സൊസൈറ്റി നോൺ ആസ് കോഓപ്പറേറ്റീവ് ഫോർബിഡന്റ്, KF എന്നാണ് അറിയപ്പെടുന്നത്. സ്വീഡിഷ് കോഓപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് ഹോൾസെയിൽ സൊസൈറ്റി അറിയപ്പെടുന്നത് KF എന്നാണ്. In 1899 KF was established. 1899 എസ്റ്റാബ്ലിഷ് ചെയ്തു. The Swedish Cooperative Union publishes a weekly periodicals called V. KF പബ്ലിഷ് ചെയ്യുന്ന ഒരു പീരിയോഡിക്കലാണ് V എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്വീഡിഷ് ഡയറി അസോസിയേഷൻ ഈസ് കോൾഡ് SMR. സ്വീഡിഷ് ഡയറി അസോസിയേഷൻ SMR എന്ന പേരിൽ അറിയപ്പെടുന്നു. ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ അസോസിയേഷൻ ഇൻ സ്വീഡൻ ഈസ് കോൾഡ് DMOS. ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ DMOS എന്നറിയപ്പെടുന്നു. കാനഡ. Pioneer of Canadian Cooperative Movement is Alphonse Desjardins. Pioneer of Canadian Cooperative Movement, Alphonse Desjardins. Revolving credit system is a method of collecting fund in wheat pool. Wheat pool. കാനഡയിൽ കൂടുതലും വീറ്റ് പൂൾസ് ആണുള്ളത്. ഫണ്ട് കളക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് റിവോൾവിംഗ് ക്രെഡിറ്റ് സിസ്റ്റം എന്നറിയപ്പെടുന്നത്. CHF ഈസ് ദ ഹൗസിംഗ് സൊസൈറ്റീസ് ഇൻ കാനഡ. കാനഡയിലെ ഹൗസിംഗ് സൊസൈറ്റീസ് അറിയപ്പെടുന്നത് CHF എന്നാണ്. Cases Populaires are cooperative member-owned financial institutions popular in Canada. Member-owned financial institution ആണ് Cases Populaires എന്ന പേരിൽ അറിയപ്പെടുന്നത്. Alphonse Desjardins founded the first Cases Populaires in Lévis. ക്യൂബക്കിലാണ് ആദ്യത്തെ Cases Populaire ആരംഭിച്ചത്. അൽഫോൻസ ഡെസ്ചാർജിൻസ് ആണ് ഫോം ചെയ്തത്. 1900 അഡീഷണൽ പോയിന്റ്സ്. എജിഡോ ഈസ് ദ കളക്റ്റീവ് ഫാം ഇൻ മെക്സിക്കോ. മെക്സിക്കോയിലെ കളക്റ്റീവ് ഫാം എജിഡോ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒറാലോ വാസ് ദ ഫസ്റ്റ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് ഇൻ ബൾഗേറിയ. 1890 മിർക്കോവിലാണ് ആരംഭിച്ചത്. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ നോക്കാം. ഡേഷ് ഈസ് കൺസിഡർഡ് ആസ് ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ്. സഹകരണ പ്രസ്ഥാനത്തിലെ ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് എന്നറിയപ്പെടുന്നത് വില്യം കിങ് ആണ്. കോഓപ്പറേറ്റർ മാഗസിൻ സ്റ്റാർട്ടഡ് ബൈ വില്യം കെ. In Denmark, sales was effected through a central society is called DAG. DAG എന്ന പേരിൽ അറിയപ്പെടുന്നു. KOH type credit cooperative organizations are seen in KOH. ജപ്പാനിലാണ് കാണപ്പെടുന്നത്. പാലസ്റ്റീൻ വർക്കേഴ്സ് ഫണ്ട് ഈസ് നോൺ ആസ് കപ്പായ്. കപ്പായ് ആണ് പാലസ്റ്റീൻ വർക്കേഴ്സ് ഫണ്ട്. കൺസ്യൂമർ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് വിത്ത് എ പിരമിഡൽ സ്ട്രക്ചർ ഈസ് സീൻ ഇൻ. പിരമിഡൽ സ്ട്രക്ചറിലുള്ള കൺസ്യൂമർ സൊസൈറ്റീസ് കാണപ്പെടുന്നത് റഷ്യയിലാണ്. ഇൻ ദ പിരമിഡൽ സ്ട്രക്ചർ ഇൻ റഷ്യ, കൺസ്യൂമർ സ്റ്റോർ കോൾഡ് സെൽപ്പോ ഈസ് അറ്റ് ഡേഷ് ലെവൽ. സെൽപ്പോ എന്ന് പറയുന്നത് ബേസ് ലെവലിലെ കൺസ്യൂമർ സ്റ്റോർ ആണ്. ബേസ് ലെവൽ. ഓൺ ദ ബേസിസ് ഓഫ് ഫിഷറീസ് ലോ, എ നാഷണൽ ലെവൽ ഫെഡറേഷൻ കെയിം ഇൻ ടു ബീയിങ് ഇൻ ജപ്പാൻ വിച്ച് ഈസ് കോൾഡ്. ഓൺ ദ ബേസിസ് ഓഫ് ഫിഷറീസ് ലോ, എ നാഷണൽ ലെവൽ ഫെഡറേഷൻ അറിയപ്പെടുന്നത് സെഞ്ചി ഓറൺ എന്നാണ്. സെഞ്ചി ഓറൺ. ഇൻ ഡെൻമാർക്ക്, ഡയറി സൊസൈറ്റീസ് ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ആർ. ഡയറി സൊസൈറ്റീസിലെ മെമ്പേഴ്സിന്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ലുസാട്ടി ബാങ്ക്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഈസ്. ലുസാട്ടി ബാങ്കിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഹോൾ ഡിസ്ട്രിക്റ്റ് ആണ്, ഒരു ജില്ല മുഴുവനുമാണ്. ലേബർ സൊസൈറ്റീസ് വെർ ഫോംഡ് ഇൻ. ലേബർ സൊസൈറ്റികൾ ആരംഭിച്ചത് ഇറ്റലിയിലാണ്. The object of labor society is to provide employment to members. മെമ്പേഴ്സിന് എംപ്ലോയ്മെന്റ് നൽകുക എന്നാണ് ലേബർ സൊസൈറ്റീസിന്റെ ലക്ഷ്യം. The CWS കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ EV നീൽ ആണ് ആരംഭിച്ചത്. CWS ആരംഭിച്ചത് EV നീൽ. The first മൊഷാവോവിഡം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. ഫസ്റ്റ് മൊഷാവോവിഡം ആരംഭിച്ചത് 1921. The person who believed that cooperation can succeed only through the Christian way. ക്രിസ്ത്യൻ വേയിലൂടെ മാത്രമേ കോപ്പറേഷന് സക്സസ് ആവൂ എന്ന് കരുതിയിരുന്ന വ്യക്തിയാണ് വില്യം കിങ്. ദ ഹോംലാൻഡ് ഓഫ് കോപ്പറേറ്റീവ് സ്റ്റോർ മൂവ്മെന്റ് ഈസ്. ബ്രിട്ടൻ ആണ് കോപ്പറേറ്റീവ് സ്റ്റോർ മൂവ്മെന്റിന്റെ ഹോംലാൻഡ്. ന്യൂഹിമാറ്റ് ആൻഡ് ഹോംസ്റ്റഡ്സ് ഇൻ ജർമ്മനി ആർ എക്സാമ്പിൾ ഓഫ്. ന്യൂഹിമാറ്റ് ആൻഡ് ഹോംസ്റ്റഡ്സ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ് ആണ്. ജർമ്മനിയിലെ കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റികളാണ് ഇവ.
The first burial societies were established on a cooperative lines in ഫസ്റ്റ് ബറിയൽ സൊസൈറ്റി ആരംഭിച്ചത് സ്വീഡനിലാണ് ആരംഭിച്ചത്. ദ ഹോം ലാൻഡ് ഓഫ് കോപ്പറേറ്റീവ് സ്റ്റോർ മൂവ്മെന്റ് ബ്രിട്ടൻ. ന്യൂ ഹിമാറ്റ് ആൻഡ് ഹോംസ്റ്റെഡ്സ് ഇൻ ജർമ്മനി ആർ എക്സാമ്പിൾ ഓഫ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസിന് എക്സാമ്പിൾ ആണ് ഇവയൊക്കെ. SCWS സ്റ്റാൻഡ് ഫോർ ദ സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി. IAOS stands for Irish Agricultural Organization Society. IAOS. Prudential Central Bank formed in Germany. Prudential Central Bank ആരംഭിച്ചത് ഡോക്ടർ ഹാസ് ആണ്. ജർമ്മനിയിൽ ഡോക്ടർ ഹാസ് ആണ് ആരംഭിച്ചത്. പോൾ ലാംബർട്ട് ഈസ് വെൽ നോൺ കോപ്പറേറ്റർ ഇൻ വിച്ച് കൺട്രി? പോൾ ലാംബർട്ട് ബെൽജിയത്തിലെ കോപ്പറേറ്ററാണ്. എഡ്വേർഡ് എ ഫിലിൻ ഈസ് ദ പൈനിയർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ എഡ്വേർഡ് എ ഫിലിൻ USA പൈനിയറാണ്. റഷ്യൻ റവല്യൂഷൻ ആരംഭിച്ചത് 1917 റഷ്യൻ റവല്യൂഷൻ ആരംഭിച്ചത്. ഇൻഡസ്കോസ് എസ്റ്റാബ്ലിഷ് ഇൻ ചൈന ചൈനയിൽ ആരംഭിച്ചത് 1938